ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പൈക്കോയിൻ്റെ ലിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു പൈക്കോയിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ആക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് എൻ്റേത്. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പൈബ്രോസ് ഓപ്പൺ ആക്കുക. എന്നിട്ട് പൈബ്രോസിലേക്ക് നമ്മുടെ 24 പാസ്വേഡ്സോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ ഉപയോഗിച്ച് നമ്മുടെ പൈ വാലറ്റ് ഓപ്പൺ ആക്കാം. അതിനുശേഷം പേ ഓർ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യാം. എന്നിട്ട് മാനുവലി ആഡ് വാലറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എത്ര പൈക്കാനാണോ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത് ആ പൈക്കോൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ട് അഡ്രസ്സിൻ്റെ അവിടെ ഏത് എക്സ്ചേഞ്ചാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എക്സ്ചേഞ്ചിൽ നമ്മുടെ പയ്യൻ്റെ വാലറ്റ് അഡ്രസ്സാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അതെങ്ങനെ കൊടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബിറ്റ്ഗെറ്റിൻ്റെ വാലറ്റാണ്. അതിൽ റൈറ്റ് താഴെ അസറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആഡ് ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എടുക്കുക. എന്നിട്ട് പൈക്കോയിൻ സെർച്ച് ചെയ്യുക. അപ്പോൾ പൈക്കോയിൻ്റെ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. അതാണ് നമ്മുടെ വാലറ്റ് അഡ്രസ്സ്. എന്നിട്ടത് നമുക്ക് പൈയിൻ്റെ വാലറ്റ് അഡ്രസ്സിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെൻഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ട്രാൻസ്ഫർ സക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മുടെ ബിറ്റ്ഗെറ്റ് വാലറ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ന് റിഫ്രഷ് ചെയ്യുക. അപ്പോൾ 1 ഡെപ്പോസിറ്റ് ആർ ബീയിങ് കൺഫേംഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ അയച്ച പൈക്കോയിൻ്റെ ഒരു അണ്ടർ റിവ്യൂ പ്രോസസ്സും അത് കഴിഞ്ഞിട്ട് 2-3 സെക്കൻഡ്സിനുള്ളിൽ ടു ബി ക്രെഡിറ്റഡ് ആൻഡ് അത് ക്രെഡിറ്റഡ് ആവും. അപ്പോൾ നമ്മൾ അയച്ച പൈക്കോയിൻ നമ്മുടെ ഈ വാലറ്റിലേക്ക് നമുക്ക് ലഭിക്കും. എന്നിട്ട് താഴെ പൈ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സ്പോട്ട് ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴെ ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ കാണാൻ പറ്റും. ആ ട്രേഡ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തോരം പൈയാണോ സെല് ചെയ്യേണ്ടത് അത്രയും പൈ നമുക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം സെല് ചെയ്യാം. ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും, അത് കൺഫേം ചെയ്ത് വിടാം. അപ്പോഴത്തേക്കും നമ്മുടെ എന്തോരം പൈയാണോ നമ്മൾ വിറ്റത് അത്രയും പൈയുടെ USDT നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നെക്സ്റ്റ്, എങ്ങനെ ആ USDT നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റും നോക്കാം. അതിന് ബിറ്റ്ഗെറ്റിൻ്റെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം അതിൽ P2P എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സെല്ല് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തോരം എമൗണ്ടാണ് വിൽക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ സെല്ലേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു സെല്ലേഴ്സിനെ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തോരം എമൗണ്ട് ഓഫ് USDT ആണ് വിൽക്കേണ്ടത് അത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്കത് കൺഫേം ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബയ്യറിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാണാൻ പറ്റും. നമ്മുടെ UPI ID നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ചില സെല്ലേഴ്സ് നമ്മളോട് നമ്മുടെ ഗൂഗിൾ പേയുടെ QR കോഡ് ചോദിക്കാറുണ്ട്. QR കോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബയ്യർ പൈസ റിലീസ് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ബയ്യറിൻ്റെ നിന്ന് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പൈസ വന്നു എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ USDT റിലീസ് ചെയ്യണം. അതിന് റിലീസ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്തതിന് ശേഷം ഐ ഹാവ് കൺഫേംഡ് ദ റിസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യാം. എന്നിട്ട് അതിൽ റിലീസ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യാം. കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ പേജിലേക്ക് കൊണ്ടുപോകും. അതിൽ നമ്മുടെ ഫണ്ട് കോഡ്, അതായത് നമ്മുടെ ബിറ്റ്ഗെറ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് തരുന്ന ഒരു നമ്പറാണ്, ഒരു കോഡാണ് ഫണ്ട് കോഡ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഒതൻറ്റിക്കേഷൻ്റെ നമ്പറും ടാപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുമ്പോഴത്തോടെ നമ്മുടെ ഫുൾ പ്രോസസ്സ് ഇതോടെ തീരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പിന്നെയും കണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.